തന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് ജന്മദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഇന്ന് വിശ്വകർമ്മ ജയന്തി കൂടിയാണ്. വിശ്വകർമാവിനോടുള്ള എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞ യഥാ യഥാതി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമഹം പരിത്രാണായ സാധൂനാം വിനായാസേക ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥ സംഭവാമി യുഗേ യുഗേ. ഇതാണ് സംഭവിച്ചത്. കാരണം പല നൂറ്റാണ്ടുകളിൽ പല യുഗങ്ങളിൽ നമ്മുടെ ധർമ്മത്തിനൊക്കെ ശരിയായ കോട്ടമൊക്കെ തട്ടുന്ന സമയം അതിൽ നിന്ന് ധർമ്മത്തെയൊക്കെ രക്ഷിക്കാൻ ഉണ്ടാകുന്ന അവതാരങ്ങളുണ്ട്. അതുപോലെ നമുക്ക് ഇന്ത്യക്ക് കിട്ടിയ, ഭാരതത്തിന് കിട്ടിയ ഒരു അവതാരമാണ് വാസ്തവത്തിൽ ശ്രീ നരേന്ദ്രമോദി. കാരണം 2013-14 കാലഘട്ടത്തിൽ എത്തുമ്പോഴേക്കും നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒന്ന് അഴിമതിയുടെ ഒരു കൂട്, ധാരാളം അഴിമതികളുണ്ടായിരുന്നു. നമ്മുടെ വില നിലവാരം, ഇൻഫ്ലേഷനൊക്കെ 10-11% അതിലൊക്കെ കൂടുതലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൂടാതെ ടെററിസം, ഇപ്പോൾ ഇന്ത്യയിൽ വന്ന് ബോംബെയിൽ കയറി ആക്രമണം നടത്തുന്ന വിധത്തിൽ, എന്നിട്ട് തിരിച്ച് നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന വിധത്തിലുള്ളത് അന്നൊക്കെ ഉണ്ടാക്കിയിരുന്ന 2011 കൊണ്ടുവന്നിരുന്ന ഒരു ബില്ലുണ്ട്. അത് ആ ബില്ലിനെ പറ്റിയൊക്കെ കൂടുതൽ നമ്മൾ അറിയേണ്ടതാണ്, അതിൽ എന്താണ് സംഭവിക്കാമായിരുന്നതെന്ന്. അപ്പോൾ വാസ്തവത്തിൽ ആ സ്ഥിതിയിൽ ഈ കഴിഞ്ഞ 11 വർഷം കൂടി ഭാരതം മുന്നോട്ട് പോയിരുന്നെങ്കിൽ തീർച്ചയായും വിഘടിച്ച് കുറേ സ്റ്റേറ്റുകൾ, ഇസ്ലാമിക് സ്റ്റേറ്റുകൾ, കുറേ ഇവാഞ്ചലിസ്റ്റ് സ്റ്റേറ്റുകൾ, അങ്ങനെയൊക്കെയായി ഇന്ത്യ മാറുന്ന ഒരു സ്ഥിതിയിലെത്തുമായിരുന്നു എന്ന് പറയാൻ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ആ സ്ഥിതിയിൽ നിന്നാണ് ഭാരതം ഉയർത്തെഴുന്നേൽക്കുന്നത് വീണ്ടും മോദിജിയിലൂടെ. അപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് 2-3 ദിവസം ഇരുന്ന് പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളിലേക്ക് പോകാം. ഒന്ന്, നമ്മുടെ വെൽഫെയർ മെഷേഴ്സ്, ക്ഷേമകാര്യങ്ങൾ. ഇപ്പോൾ ഇത്രയും വർഷമുണ്ടായിട്ട് ഭാരതത്തിലെ വലിയൊരു ഭാഗം സ്ത്രീജനങ്ങളും പുരുഷന്മാരും എല്ലാം മലമൂത്ര വിസർജനം നടത്തിയിരുന്നത് പുറത്തായിരുന്നു. ഇപ്പം സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിഭീകരമായിരുന്നു. നമ്മൾ റെയിൽവേയിലൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ 2 വശങ്ങളിലും പലപ്പോഴും കാലത്ത് കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു. ഇതൊന്നും മാറ്റണമെന്ന് അതുവരെ ഉണ്ടായിരുന്ന അധികാരികൾക്ക് തോന്നിയില്ല എന്നുള്ളത് കഷ്ടം തന്നെയാണ്. പക്ഷേ മോഡിജി വന്നതിന് ശേഷം ആദ്യം ചെയ്ത ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ സ്വച്ഛ് ഭാരത മിഷൻ, അതിൻ്റെ കീഴിൽ 12 കോടി ശൗചാലയങ്ങളാണ് നിർമ്മിച്ചത്. അപ്പോൾ അതിനുശേഷം തുടങ്ങിയതാണ് ആൾക്കാർക്ക് വീടില്ലാത്തവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന 4 കോടി വീടുകളാണ് നിർമ്മിച്ചത്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇത് BJP ഗവൺമെൻറ്റാണ്. അത് ഒരു വിഭാഗം അതുപോലെ തന്നെയാണ് മറ്റ് മേഖലകളിലും നടന്നത്. 4 കോടി വരെ ഉണ്ടായിരുന്നു. ഒന്ന്, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് 2-3 ദിവസം ഇരുന്ന് പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങളുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളിലേക്ക് പോകാം. ഒന്ന്, നമ്മുടെ വെൽഫെയർ മെഷേഴ്സ്, ക്ഷേമകാര്യങ്ങൾ. ഇപ്പോൾ ഇത്രയും വർഷമുണ്ടായിട്ട് ഭാരതത്തിലെ വലിയൊരു ഭാഗം സ്ത്രീജനങ്ങളും പുരുഷന്മാരും എല്ലാം മലമൂത്ര വിസർജനം നടത്തിയിരുന്നത് പുറത്തായിരുന്നു. ഇപ്പം സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതിഭീകരമായിരുന്നു. നമ്മൾ റെയിൽവേയിലൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ 2 വശങ്ങളിലും പലപ്പോഴും കാലത്ത് കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു. ഇതൊന്നും മാറ്റണമെന്ന് അതുവരെ ഉണ്ടായിരുന്ന അധികാരികൾക്ക് തോന്നിയില്ല എന്നുള്ളത് കഷ്ടം തന്നെയാണ്. പക്ഷേ മോഡിജി വന്നതിന് ശേഷം ആദ്യം ചെയ്ത ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ സ്വച്ഛ് ഭാരത മിഷൻ, അതിൻ്റെ കീഴിൽ 12 കോടി ശൗചാലയങ്ങളാണ് നിർമ്മിച്ചത്.
അപ്പം അതിനുശേഷം തുടങ്ങിയതാണ് ആൾക്കാർക്ക് വീടില്ലാത്തവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന 4 കോടി വീടുകളാണ് നിർമ്മിച്ചത്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇത് BJP ഗവൺമെൻറ്റാണ്, അത് ഒരു വിഭാഗക്കാരെ വേണമെങ്കിൽ അവഗണിക്കും എന്നൊക്കെ പറയുന്നത് പോലെ ചിലർക്കൊക്കെ പ്രചരണം നടത്താനായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഞാൻ അറിയുന്നത് ഏകദേശം 31 തൊട്ട് 33% വരെ വീടുകളും നിർമ്മിച്ചത് മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് മറ്റ് മേഖലകളിലും നടന്നത്. അതായത് യാതൊരു മതപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ആക്ച്വലി സംഭവിച്ചത് അല്ലാത്തവർക്ക് കൂടുതൽ കിട്ടിയെന്നുള്ളതാണ്. നേരെ നമ്മൾ പ്രചരണത്തിന് ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പകരമായിട്ടുള്ളത്. അതുപോലെ എക്കണോമിക് മെഷേഴ്സ്, ഇപ്പോൾ ഭാരതം 10ാമത്തെ 11ാമത്തെ സാമ്പത്തിക ശക്തിയായിരുന്നത് ഇപ്പോൾ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വളർച്ച എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം $4.19 ട്രില്യൺ ഒരു GDP-യിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇതേപോലെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ മെഷേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചറിലെല്ലാം ദേശീയപാത വികസനം, റെയിൽവേയുടെ വികസനം, ഇലക്ട്രിസിറ്റിയുടെ വികസനം, റൂറൽ റോഡ്സിൻ്റെ വികസനം, ഇതുപോലെ പോർട്സിൻ്റെ വികസനം, എയർപോർട്ട്സുകളുടെ വികസനം, ഇതെല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ വളരെയധികം വികസിച്ചിരിക്കുന്ന ഒരു വികസിത രാജ്യത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വരാറായിരിക്കുന്നു.